Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ് ആട്ടോ, ചിക്കൻ 65. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇത് സ്റ്റാർട്ടർ ആയിട്ടും ടച്ചിങ്സ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ല ഒരു ഡിഷ് ആട്ടോ. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിനായിട്ട് 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രയും ചെറുതായിട്ട് മുറിക്കാവോ അത്രയും ചെറുതായിട്ട് മുറിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇത് നമ്മൾ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ കോട്ടിംഗ് കൊടുക്കുമ്പോൾ ഇത് നല്ല വലുതായിട്ട് വരും. ഈ ഒരു വലിപ്പം മതി ഇത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതുമല്ല, നമ്മൾ വലിയ പീസായിട്ട് മുറിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് വറക്കുമ്പോൾ മൂത്ത് വരാൻ കുറച്ച് താമസം വരും. അപ്പോൾ കുറേ സമയം എടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ടെൻഡറായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കുഞ്ഞിതായിട്ട് മുറിച്ചെടുക്കാം, ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും നമുക്ക് കഴുകിയെടുക്കണം. ഇത് ഞാൻ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ടുണ്ട്, ഇതിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിപ്പോൾ അരിഞ്ഞ ശേഷം 1 കപ്പുണ്ട്, 250 ml കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്യണം. അതിനായിട്ട് ഒരു മുട്ട വേണം, അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം, ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇടുമല്ലോ, അപ്പോൾ ചിക്കൻ്റെ പുറമേ ഒന്ന് കോട്ട് ചെയ്ത് വരണം. ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. സ്ട്രെയിനറിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നിറച്ചും വെള്ളമായിരിക്കും കേട്ടോ. സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിച്ചതിന് ശേഷം വെക്കുകയെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മൈദയുടെ കുറവ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മൈദയാട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ചേർത്തേക്കണ ഈ ബാറ്റർ ഉണ്ടല്ലോ, ശരിക്കും കോട്ട് ചെയ്ത് തന്നെ വരണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മൈദയോ കോൺഫ്ലോറോ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ. അത് വെള്ളം പോലെയൊന്നും ആയി പോകരുത്, അതിലിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലായിരിക്കണം. ഇതുപോലെ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കളറും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കളർ ചേർക്കുന്നില്ല, ലാസ്റ്റ് എന്തായാലും കളർ ചേർക്കണം. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇതൊരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒരു കേരള ഡിഷ് അല്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. എണ്ണ നന്നായിട്ട് ചൂടാകണം. ചൂടായി കഴിഞ്ഞാൽ ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അകത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇത് ഒരുപാട് ഭയങ്കര ഹാർഡായിട്ടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ചിക്കൻ ഭയങ്കര ടെൻഡറായി പോകും. ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചു ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട. ഇതിന് കോരിയെടുക്കാം. അതുപോലെ ചെറിയ പീസായിട്ടല്ലേ ചിക്കൻ മുറിച്ചത്. ഇപ്പോൾ ഇത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇത് നല്ല വലിയ പീസായിട്ടുണ്ട്. ഇത് നമ്മളൊരു ഡബിൾ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ ഇത്രയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ
അതുപോലെ ഇത് കുഞ്ഞിതായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആകുകയും ചെയ്യും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇത് ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് അത്രയും ക്രിസ്പി അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് നമുക്ക് ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ആദ്യമേ ഒന്ന് തണുത്തതിന് ശേഷം വേണം ഒന്നും കൂടെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ഡബിൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ എണ്ണ ഇവിടെ വീണ്ടും ചൂടായി തന്നെ കിടക്കുവാണ്. അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇട്ടതിന് ശേഷം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്നത് നമ്മൾ കോട്ട് ചെയ്തെടുത്തിരിക്കുമല്ലേ, അതുകൊണ്ടാണ്. ഇതാ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ചിക്കൻ വറുത്ത സെയിം എണ്ണ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ കുറച്ച് എണ്ണയുണ്ട്, ഏകദേശം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ കാണും. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം. ഇത് ചെറിയ ജീരകമാണ്. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുഞ്ഞായിട്ടല്ല ചീന്തി അരിഞ്ഞത്. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണ്ട ചേർക്കാനായിട്ട്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറും കൂടി ആട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതിൻ്റെ കളർ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് സോസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 60 ml ആണ്. ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കളർ വേണം. ചിക്കൻ 65-ന് നല്ലൊരു കളർ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പക്ഷെ അത് ചേർക്കുമ്പോഴാണ് ആ കറക്റ്റ് ചിക്കൻ 65-ൻ്റെ കളർ കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില വേണം. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കണ്ടല്ലോ, കുറേ കറിവേപ്പില ഇട്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത്. ഇനിയും കറിവേപ്പില വേണം ഇതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇനി ഇതിലേക്ക് ഈ സോസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ കണ്ടോ, കാണാൻ നല്ലൊരു ഭംഗിയായല്ലേ. ഇപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഈ എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും വരുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സോഗി ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കാം. എത്രയും കറിവേപ്പില കിടക്കുന്നോ അത്രയും ടേസ്റ്റാണിത്. അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ആ പച്ചയും ചുവപ്പും കൂടെ വന്നപ്പോൾ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് മതി കേട്ടോ. ഇപ്പം നല്ല മൊരിഞ്ഞു, ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സ്പൈസിയാണ്. ആ മുളകിൻ്റെയൊക്കെ ഒരു കുത്തലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യണതാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വിട്ടാണ് കിടക്കുന്നത്. അതുപോലെ നല്ല ക്രിസ്പി ആവട്ടെ. അത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ഇത് നല്ല സ്പൈസിയാണിത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും ടച്ചിങ്സ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.